Hello everyone, it's me Faiz from AIMS Nagpur. So today we are gonna start a new chapter number 3, current electricity. Okay, so last രണ്ട് ക്ലാസ്സിൽ നമ്മൾ എന്ത് തീർത്തു? ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, അതിനുശേഷം പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് വരികയാണ്, കറന്റ് ഇലക്ട്രിക്. ഓക്കെ, ഇത് നമ്മൾ ആദ്യം നമ്മൾ ഇലക്ട്രിക് കറന്റിനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ വി വിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, യെസ്. So chapter 3, current electricity. Okay, yes. So I'm skipping the introductory part. Okay, what is electric current? How can we define electric current? Electric current is simple. Current is the rate of flow of electric charge. What is current? Or what is current എന്ന് സിംപ്ലി ചോദിച്ചാൽ എന്താണ് ആൻസർ? എങ്ങനെ നമുക്ക് കറണ്ടിനെ ഡിഫൈൻ ചെയ്യാം? കറണ്ട് ഈസ് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഞാൻ ഇവിടെ വേണത് എഴുതാം. വാട്ട് ഈസ് ഡിഫൈൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഡിഫൈൻ കറണ്ട്, ഡിഫൈൻ ഇലക്ട്രിക് കറണ്ട്, ഡിഫൈൻ ഇലക്ട്രിക് കറണ്ട്. യെസ്, എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? Define electric current. Electric current is the rate of flow. Current is the rate of flow of electric charge. നമുക്ക് ഇതിൽ തന്നെ ഈ കറന്റ് ഇക്വേഷൻ കാണാൻ ഇതിൽ തന്നെ ഉണ്ട്. എന്താണ് കറന്റ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോന്റെ റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണത്? നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? സോ കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. സോ നമ്മൾ ഇക്വേഷൻ വൈസ് റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? കറന്റ് ഐ ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി, വേർ ഡി ക്യൂ ഈസ് സ്മോൾ ചാർജ് and dt is time taken. Okay, so അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൂടി പറയാം? or I can say current I is equal to Q divided by T. Easy അല്ലേ? Clear? Okay, yes. So current I is equal to dq divided by dt or Q by T. Okay, current I is equal to Q by T, and definition of current is rate of flow of electric charge. Simple. Any. What is the SI unit? SI unit of current. കറണ്ടിന്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് കറന്റ്. SI യൂണിറ്റ് ഓഫ് കറന്റ് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ആംപിയർ. ആംപിയർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ലെറ്റർ. ഓക്കെ, ക്ലിയർ? യെസ്. നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്താണ് നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. അടുത്ത് നമുക്ക് കാണാനുള്ളത് വാട്ട് ഈസ് കറന്റ് ഡെൻസിറ്റി. വാട്ട് ഈസ് കറന്റ് ഡെൻസിറ്റി? ഓംസ് ലോയിലൊക്കെ നമുക്ക് ഇതിന് ശേഷം പിന്നെ വരാം. കറന്റ് ഡെൻസിറ്റി, കണ്ടക്ടിവിറ്റി. ഓക്കെ, കറന്റ് ഡെൻസിറ്റി എവിടെ? മൊബിലിറ്റി. ഓക്കെ, എവിടെയൊക്കെ ആവശ്യം വരും. നമുക്ക് അടുത്ത എന്തിലേക്ക് വരാം? വാട്ട് ഈസ് കറന്റ് ഡെൻസിറ്റി. ഓക്കെ, ഒന്നാമത്തെ ടേം എന്തായിരുന്നു? വാട്ട് ഈസ് ഇലക്ട്രിക് കറന്റ്. നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിന് ഇക്വേഷൻ പറഞ്ഞു. ഓക്കെ, അടുത്ത നമ്മളെ ടാസ്ക് വാട്ട് ഈസ്, രണ്ടാമത്തെ ടാസ്ക് ആണ് ഡിഫൈൻ കറന്റ് ഡെൻസിറ്റി. എന്താണ് കറന്റിന്റെ ഡെൻസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? ഡിഫൈൻ കറന്റ് ഡെൻസിറ്റി. നമ്മൾ കറന്റ് ഡെൻസിറ്റിനെ ഏത് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? യെസ്, കറന്റ് ഡെൻസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ജെ. ഓക്കെ, സോ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? കറന്റ് ഡെൻസിറ്റി. സിമ്പിൾ. ഇറ്റ് ഈസ് ദ കറന്റ്. എന്നാണ് ഡെഫിനിഷൻ വരുന്നത്? ഇറ്റ് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ. is the current flowing through unit area of cross section. It is the current flowing through unit area of cross section of a conductor. നമ്മൾ കണ്ടക്ടറിന്റെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുത്തിട്ട് അതിൽ കൂടി പാസ് ചെയ്യുന്ന കറന്റ് ആണ് എന്ത്? കറന്റ് ഡെൻസിറ്റി. സോ ഇക്വേഷൻ ബേസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കറന്റ് ഡെൻസിറ്റി J is equal to കറന്റ് ഡിവൈഡഡ് ബൈ ഏരിയ, I ഡിവൈഡഡ് ബൈ ഏരിയ. യൂണിറ്റ് ഒബ്വിയസ്ലി യൂണിറ്റ് എന്തായിരിക്കും? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. കറന്റ് കണ്ടു, കറന്റ് ഡെൻസിറ്റി കണ്ടു. വാട്ട് ഈസ് കറന്റ് ഡെൻസിറ്റി J? ഇറ്റ് ഈസ് I ഡിവൈഡഡ് ബൈ A. ദാറ്റ് ഈസ് കറന്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ക്ലിയർ? ഓക്കെ, യെസ്. അടുത്ത നമ്മൾ കാണാനുള്ള
അടുത്ത ടേം ആണിത്. അടുത്ത നമ്മൾ പഠിക്കുന്ന ടേം ആണ് മൂന്നാമത്തത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? അഥവാ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി ഡി കൊണ്ട് മീൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? എൻസൈറ്റിൽ എവിടെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുന്നത്? നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? നമ്മൾ ഓംസിലേക്ക് വരെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. യെസ്, ഡ്രിഫ്റ്റ്. വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? where it it is given. Yes. So like ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? ചാർജിന്റെ ഫ്ലോയിലെ സംഭവിക്കുന്നത്. യെസ്. സോ വാട്ട് ഇസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി മീൻസ് ഇലക്ട്രോൺസ് മൂവ് വിത്ത് an average velocity which is independent of time although electrons are accelerated. This is the phenomenon of drift and the velocity is called drift velocity. So ഞാൻ ഒന്നുകൂടി ഇതിനെ നല്ല സിമ്പിൾ ഫോമിൽ ഞാൻ ഡിഫൈൻ ചെയ്തുതരാം. എന്തിനെ? ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഡിഫൈൻ ചെയ്തുതരാം. ഓക്കെ, what is drift velocity? Yes, what is drift velocity? എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? See, in the absence of an external electric field, in the absence of an external electric field, inside a conductor, the free electrons are in random motion. Everybody knows it. Correct അല്ലേ? എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലെങ്കിൽ കണ്ടക്ടറില് ഇലക്ട്രോൺസ് എന്താണ് ചെയ്യുന്നത്? റാൻഡം മോഷനിലാണ് എപ്പോഴും ഉള്ളത്, അല്ലേ? So in the absence of an external electric field, electrons inside the conductor are in random motion. And so their average velocity is zero. How come average velocity എന്തുകൊണ്ട് സീറോ ആയത്? സപ്പോസ് ഞാനൊരു കണ്ടക്ടർ എടുക്കുകയാണ്. ഇതാണ് നമ്മളെ കണ്ടക്ടർ എന്ന് വിചാരിച്ചോ. ഇതിൽ ഞാനൊരു 3 ഇലക്ട്രോൺ എടുത്തു. ഇവിടെ ഇലക്ട്രോൺ എടുത്തു 4. ഓക്കെ, ഇങ്ങനെയല്ലോ. എന്താണ് പറയുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. സോ ഇതിങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും, ഇതിങ്ങോട്ട് കണ്ട. സോ നെറ്റ് എടുക്കുമ്പോൾ എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് നെറ്റ് ആവറേജ് വെലോസിറ്റി എന്താണ് കിട്ടുന്നത്? ആവറേജ് വെലോസിറ്റി ബിക്കംസ് സീറോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് എക്സ്റ്റേണൽ. ബട്ട് വെൻ an electric field is applied, when an electric field is applied, the electrons move opposite to. ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ ഇലക്ട്രോൺ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് മൂവ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. and get an average velocity. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ആവറേജ് വെലോസിറ്റി സീറോ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. നോക്കിക്കോ, കണ്ട. എന്താണ് നമ്മൾ കണ്ടക്ടർ? സി, ദിസ് ഈസ് അവർ കണ്ടക്ടർ. ഓക്കെ, കണ്ടക്ടറിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് കൊടുത്തു? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. So and they possess a average velocity when the electric field is applied. Okay, that is very important. When the electric field is applied, the electrons move opposite to the electric field and get an average velocity. And the average velocity acquired by an electron in the presence of an external electric field. The presence of an external electric field is called drift velocity.
called drift velocity. The average velocity acquired by an electron in the presence of an external electric field is called drift velocity. So നമ്മൾ എന്ത് ചെയ്തു, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിഫൈൻ ചെയ്തില്ലേ? യെസ്. അതായത് ഒരു കണ്ടക്ടറിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യായിരിക്കും, റാൻഡം മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷനിലായിരിക്കും. സോ അവരുടെ ആവറേജ് വെലോസിറ്റി എടുത്താൽ 0. ബട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോ, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇലക്ട്രോൺസ് started moving opposite to the electric field. So they do possess a average velocity. ആ ഒരു ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന ആവറേജ് വെലോസിറ്റി നമ്മൾ വിളിച്ചു എന്ത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി. ക്ലിയർ? See, current in a metallic conductor, the magnitude of current intensity in a metal is the magnitude of charge contained in a cylinder of unit area. Correct? ഇതിലേക്ക് നമുക്ക് വരാം, അതിന്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് വരാം. സോ നമ്മൾ ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത്? കറണ്ട് ഡിഫൈൻ ചെയ്തു, കറണ്ട് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്തു, ബട്ട് ദാറ്റ് ഇസ് കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, കോൺസെപ്റ്റ് എന്താണ്, അത് നമ്മൾ ഡിഫൈൻ ചെയ്തു. യെസ്. ഒരു ടേം കൂടി നമുക്ക് ഡിഫൈൻ ചെയ്താൽ നമുക്ക് കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷനിലേക്ക് വരാം. അടുത്ത ടേം എന്താണ് ഡിഫൈൻ ചെയ്യാനുള്ളത്? എന്താണ് റിലാക്സേഷൻ ടൈം? നാലാമത് നമ്മൾ ഡിഫൈൻ ചെയ്യാനുള്ളത് ഡിഫൈൻ റിലാക്സേഷൻ ടൈം. എന്താണ് റിലാക്സേഷൻ ടൈം കൊണ്ട് മീൻ ചെയ്തത്? ഡിഫൈൻ റിലാക്സേഷൻ ടൈം. ഓക്കെ, എന്താണ് റിലാക്സേഷൻ ടൈം കൊണ്ട് മീൻ ചെയ്യുന്നതാണ് നമ്മൾ ചോദ്യം. സിമ്പിൾ ആണ്. റിലാക്സേഷൻ ടൈം നമുക്ക് റിലാക്സേഷൻ ടൈം ഈസ് ദ average time interval. Relaxation time is the average time interval between two successive collision. ഇതാണ് റിലാക്സേഷൻ ടൈം കൊണ്ട് മീൻ ചെയ്യുന്നത്. സിംപിളി പറയുകയാണെങ്കിൽ ഞാൻ ഇതിനെ ഡെപ്പിക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടക്ടർ. ഓക്കെ, ഇതാണ് എന്റെ കണ്ടക്ടർ. ഒബിയസ്ലി ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? Electrons are in random motion. Free electrons are in random motion. Everywhere electrons are in random motion. So ഇതിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു, പിന്നെ ഇതിനെ കൊളൈഡ് ചെയ്തു. സോ റിലാക്സേഷൻ ടൈം ഇസ് ആവറേജ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. രണ്ട് സക്സസീവ് കൊളീഷന് എടുക്കുന്ന ടൈമാണ് എന്ത്, റിലാക്സേഷൻ ടൈം. ക്ലിയർ അല്ലേ? റിലാക്സേഷൻ ടൈം NCERT എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? Relaxation time. Toto. I think where is mentioned? Relaxation time. I think I have to go and check in summary portion. ഉണ്ടോ നോക്കട്ടെ. Relaxation time. Yes. അത് തന്നെ. എന്താണ് റിലാക്സേഷൻ ടൈം? ടോ. റിലാക്സേഷൻ ടൈം ടോ ഇസ് ദ average time interval taken between two successive collision. I hope it's clear. Okay. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റും തമ്മിലുള്ള റിലേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വരാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റും തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കണം. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VDയും പിന്നെ എന്തും കറന്റ് Iയും എന്ത് കണ്ടുപിടിക്കണം നമ്മള്? റിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. So ഇതിന്റെ ഡെറിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നോക്കിക്കോ. ഓക്കെ, ഞാൻ പോയിന്റ് വൈസ് പറയാം. കൺസിഡർ എ കണ്ടക്ടർ. യു ഹാവ് ടു കൺസിഡർ എ കണ്ടക്ടർ. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L. Consider a conductor of length L and number density of electrons. Number density of electrons N. N is the number of electrons per unit volume. That is number density of electrons N. Correct. So N വേണമെങ്കിൽ ഞാൻ ഇവിടെ എന്താണ് പറയാം? N is number of electrons per unit volume. Number of electrons per volume. Per വോളിയത്തിലുള്ള number of electrons ആണ് എന്ത്? സ്മോൾ n. ഓക്കെ. സോ നമുക്ക് സിംപിളി പറയാം, the distance traveled
by the distance traveled by electron in dt time. എന്തായിരിക്കും? ഇലക്ട്രോൺ dt ടൈം കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സിമ്പിൾ. ഇലക്ട്രോണിന്റെ കയ്യിലുള്ള ഡെൻസിറ്റി എന്താ? ഇലക്ട്രോണിന്റെ കയ്യിലുള്ള ഡെൻസിറ്റി, ഇലക്ട്രോണിന്റെ കയ്യിലുള്ള വെലോസിറ്റി എന്താ? വി ഡി. വെലോസിറ്റി വി ഡി ആണ്. നമ്മുടെ കയ്യിൽ dt ടൈം കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സിമ്പിൾ. വെലോസിറ്റി is equal to distance divided by time. So distance will be time into speed, correct? So the distance traveled by electron in dt time will be vd into dt. I hope it's clear, correct അല്ലേ? Distance traveled by electron in dt time will be vd into dt. Okay, vd into dt. vd into dt. ഇനി നമുക്കിനി പിക്ചോറിക്കലി എൻസൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, പിക്ചോറിക്കലി ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടക്ടർ, ഇതാണ് നമ്മൾ കണ്ടക്ടർ. ഓക്കെ, കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഇതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഈസ്, ഐ എം ടേക്കിംഗ് ക്യാപിറ്റൽ എ. ഏരിയ ക്രോസ് സെക്ഷൻ ഈസ് ക്യാപിറ്റൽ എ. Area cross section is capital A. I am taking this distance as delta x, and which is equal to vd into dt. അതായത് d ടൈം കൊണ്ട് സഞ്ചരിച്ച ദൂരം, അതാണ് ഡെൽറ്റ എക്സ് എടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇലക്ട്രോൺസ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുക? ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക്. ക്ലിയർ? യെസ്. ബിക്കോസ് ഈ പോസ് അപ്ലൈ ഉണ്ടാവും, അത് ഓപ്പോസിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, യെസ് യെസ്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നമുക്ക് യെസ് ഇതിന്റെ ഡെറിവേഷനിൽ എന്ത് ചെയ്യാം? മുമ്പോട്ട് പോകാം. സോ നെക്സ്റ്റ് ഈസ് the number of free electrons. The number of free electrons. Number of free electrons. Number of free electrons in the distance. Number of free electrons in the distance vd dt. അതായത് vd dt ഡിസ്റ്റൻസ് എന്തായിരുന്നു? vd into dt ഡിസ്റ്റൻസ്, the distance traveled by electron in dt time. The number of free electrons in the distance vd dt എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് vd dt എന്തൊക്കെ ലെങ്ത് എല്ലാക്കി എടുക്കാം. സോ l into a into n ആയിരിക്കത്തില്ലേ? l ഇവിടെ എന്താണ്? vd into dt. സോ എങ്ങനെ എടുക്കാം? എനിക്ക് vd into dt into ഏരിയ. ഇത് വോളിയായി. നമുക്കിനി നമ്പർ ഡെൻസിറ്റി അറിയാം. നമ്പർ ഡെൻസിറ്റി വാട്ട് ഈസ്? n, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണണമെങ്കിൽ നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്പർ ഡെൻസിറ്റി n, വോളിയം ഇവിടെ ഏരിയ ആയിട്ട് ലെങ്ത്, ഇവിടെ ലെങ്ത് എന്താണ്? vd into dt. ക്ലിയർ? ഓക്കെ, യെസ്. എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഡിസ്റ്റൻസ് vd dt. I hope it's clear. Next, see the total charge crossing the area. The total charge crossing the area A in dt time. So total charge crossing the area A in dt time എന്തായിരിക്കും? Simple. charge എന്തായിരിക്കും? It will be dq. charge will be എന്തായിരിക്കും? അതായത് ഇത്രയും ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്, നമ്മുടെ കയ്യിൽ. ഇത്രയും ഇലക്ട്രോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇത്രയും ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ചാർജ് ആണെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഇ കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഈസ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ, കറക്റ്റ് അല്ലേ? സോ ടോട്ടൽ ചാർജ് ക്രോസിംഗ് ദ ഏരിയ ഇൻ dt ടൈം എന്തായിരിക്കും? ദാറ്റ് വിൽ ബി dq വിൽ ബി vd dt ഏരിയ n into ഇലക്ട്രോൺ ഇ. ക്ലിയർ? dq കിട്ടി. കറന്റ് കണ്ടുകൂടെ? കറന്റ് I വിൽ ബി dq ഡിവൈഡഡ് ബൈ dt. സോ എന്ത് വരും? vd dt ഏരിയ n e ഡിവൈഡഡ് ബൈ dt. സോ dt എന്തായി? ക്യാൻസൽ ആയി. നമുക്ക് എന്ത് കിട്ടി? കറന്റ് I ഈക്വൽ ടു n e a vd. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റും തമ്മിലുള്ള റിലേഷൻ. കറന്റ് I is equal to n into e into area into vd. n e a vd. n e a vd. It's clear? It's very clear. It's pretty clear. Okay. That is current I is equal to n e a vd. Current I equal to n e a vd. ഇതാണ് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള എന്ത് റിലേഷൻ? എന്ത്? current I is equal to n e a vd. current I equal to n e a vd. Okay, please. So ഇതിൽ നമുക്ക് ഓരോ ടേം ഒന്നും പറയാം. Here small n is number density field, അതായത് number of electrons per unit volume.
number of electrons per volume, that is number density of electron, is what? Charge of electron. Charge of electron. And what is A? Area of cross section. Area of cross section. What is VD? VD is drift velocity. VD is drift velocity. So simple. ഇനി നമുക്ക് ഇതിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണെങ്കിലോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി VD is equal to I divided by NEA. So current I is equal to NEA VD and drift velocity VD is equal to I divided by NEA. Clear? Okay. ഇനി നമുക്ക് കറന്റ് ഡെൻസിറ്റി വേഴ്സസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലേഷൻ ഉണ്ടാക്കാം. ഇനി ഇത് റിലേഷൻ നമുക്ക് വേണ്ടത് കറന്റ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് J. Current density J. Current density J. Current density J വേഴ്സസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ഏത് ഇക്വേഷൻ അറിയാം? കറണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞുകൊണ്ട് കറന്റ് I is equal to NEA VD. സോ നമുക്കറിയാം എന്താണ് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റി J is equal to കറന്റ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ ഈ ഏരിയ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയ പോരെ. സോ എനിക്ക് ഇങ്ങനെ എഴുതാം I divided by area equal to NEVD. And what is I by A? That is J. So current density J is equal to NEVD. So current density drift velocity relation കിട്ടില്ലേ? J is equal to NEVD. Okay, where J is current density, N is number of electrons per unit volume, that is number density of electrons, and E is charge of electron, and VD is drift velocity. Clear? Yes. Okay. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, എന്താണ് കറണ്ട് എന്ന് കണ്ടു, ദെൻ നമ്മൾ കറണ്ട് ഡെൻസിറ്റി കണ്ടു, ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടു, ഡിഫൈൻ റിലാക്സേഷൻ ടൈം നമ്മൾ കണ്ടു. അടുത്ത് പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് I is equal to NEA VD and VD is equal to I divided by NEA. ശേഷം കറണ്ട് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് J is equal to NEVD. യെസ്, ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമ്മുടെ കയ്യിൽ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മുടെ കയ്യിൽ അടുത്ത ടാസ്ക് എന്താണ്? അടുത്ത ടാസ്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദാറ്റ് ഈസ് VD. Drift velocity, that is VD. Drift velocity, that is VD. And relaxation time tau. And relaxation time tau. ഓക്കെ, ഇവര് രണ്ടാൾ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു റിലേഷൻ ഉണ്ടാക്കാം. വെലോസിറ്റി VD ആൻഡ് റിലാക്സേഷൻ ടൈം tau. ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു റിലേഷൻ ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. ഓക്കെ, പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് മൂവ് ചെയ്തുകൊള്ളും. ഓക്കെ, let VI, that is initial velocity, let VI be the initial velocity. നമ്മളിവിടെ ഫുൾ ഇലക്ട്രോൺസ് വെച്ചാണ് കളിക്കുന്നത്. കാരണം ഇലക്ട്രോൺസിന്റെ മോഷൻ ആണ് ആക്ച്വലി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വെച്ചാണ് നമ്മൾ എല്ലാം എന്ത് ചെയ്യേണ്ടത്? കോൺസെപ്റ്റ് വെച്ച് ചിന്തിക്കേണ്ടത്. let VI be the initial velocity. Let VI be the initial velocity of an electron. Let VI be the initial velocity of an electron just after a collision. അതായത് മറ്റൊരു ഇലക്ട്രോൺ ആയിട്ട് കൊളൈഡ് ചെയ്തു. ഒബ്വിയസ്ലി ഇപ്പൊ സ്പീഡ് കുറഞ്ഞ എന്താ ആ ഒരു മൊമെന്റിന് ശേഷമുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആണ് എന്ത്? VI ബൈ ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ജസ്റ്റ് ആഫ്റ്റർ എ കൊളീഷൻ. പ്രിറ്റി ക്ലിയർ? ഇത് അധികം കോൺസെപ്റ്റ് ഒന്നും ഉപയോഗിക്കുന്ന ആവശ്യമില്ല, സിമ്പിൾ വേർഡ്സ്. ഓക്കെ, ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ, the velocity of the electron after the relaxation time. Velocity of the electron after the relaxation time. Velocity of the electron after the relaxation time tau is given by. So simple. അതായത് എന്ത് ചെയ്തു? ഇലക്ട്രോൺ എന്ത് ചെയ്തു? കൊളൈഡ് ചെയ്തതിനു ശേഷമുള്ള അതിന്റെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആണ് VI, ദാറ്റ് ഇസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഇനി ടോ ഇസ് റിലാക്സേഷൻ ടൈം. ടൈമിന് ശേഷമുള്ള വെലോസിറ്റി വെച്ചാൽ സിംപിളിറ്റി വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടൈം. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഫൈനൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് VI
പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടോ. ഇവിടെ ടൈം എന്നാണ് ടോ. ആക്സലറേഷൻ എന്താണ്? സി നമ്മുടെ കണ്ടക്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് ഉള്ളത്. സോ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. സോ ദ ഫോഴ്സ് അപ്ലിക്കബിൾ ഓൺ ഇലക്ട്രോൺ എത്രയാണ്? ഇ ഇൻറ്റു ടി. പക്ഷെ അത് ഏത് ഡയറക്ഷൻ അല്ല, നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാണല്ലേ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ആൻഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ് എന്താണ്? ആക്സിലറേഷൻ. സോ ഇക്വേഷൻ എങ്ങനെയൊക്കെ മോഡിഫൈ എഴുതാം? ഫൈനൽ വെലോസിറ്റി v is equal to ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ആക്സിലറേഷൻ എന്തായി? ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ. കറക്റ്റോ? ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. സി അടുത്ത പോയിന്റ് നോക്കിയോ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബട്ട് ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ just after a collision, just after a collision, electron can be taken at rest, that is vi is 0. അതായത് ഒരു കൊളീഷൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കൊളീഷൻ കഴിഞ്ഞാലുള്ള വെലോസിറ്റി ആണ് വി ഐ, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ആക്ച്വലി നമുക്ക് എങ്ങനെ എടുക്കാം? കൊളീഷൻ കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി 0 ആയിട്ട് എടുക്കാം. 0 ആയിട്ട് എടുത്താൽ ഈ ടേം എന്തായി? 0 ആകും. സോ ഐ ക്യാൻ റൈറ്റ് വി ഇസ് ഈക്വൽ ടു ഇ ഇ ബൈ എം ഇൻറ്റു ടോ മൈനസ് ഹിയർ ആക്ച്വലി വി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. So it is very clear, drift velocity Vd is equal to minus E divided by m into tau. Drift velocity Vd is equal to minus E by m into tau. സിംപിളി ഇത് മെമ്മറൈസ് ചെയ്യണം. സിംപിളി ഇങ്ങനെ ആലോചിച്ചാൽ മതി. സിംപിൾ ഇക്വേഷൻ നമുക്ക് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വി ബൈ ടി എന്ന് എഴുതി കൂടെ. ഇവിടെ ടി എന്താണ്? ടോ. ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ എന്താണ്? ഇ ബൈ എം. ആക്സലറേഷൻ എന്താണ് ഇവിടെ? മൈനസ് ഇ ബൈ എം. വെലോസിറ്റി ഇവിടെ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ നമുക്ക് എങ്ങനെ എഴുതാം? വി is equal to at, that is drift velocity is equal to minus E by m into tau. Clear? Yes. Minus E by m into tau. That is our drift velocity versus relaxation time relation. Drift velocity Vd is equal to minus E by m into tau. Clear? Okay. ഇത്തരം കാര്യങ്ങൾ കണ്ടു. ഞാനൊരു പുതിയ പേജ് എടുക്കട്ടെ. ഓക്കെ. അടുത്ത നമുക്ക് മൊബിലിറ്റി ആണ് എന്ത് ഡിഫൈൻ ചെയ്തത്. അടുത്ത ടാസ്ക് എന്താണ്? നമുക്ക് വി ഹാവ് ടു ഡിഫൈൻ മൊബിലിറ്റി. ഡെൻസിറ്റി ജെ കണ്ടു, ഐ ഡിവൈഡഡ് ബൈ എ. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? വി ഡി, ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ റിലാക്സേഷൻ ടൈം ഡിഫൈൻ ചെയ്തു. പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വേഴ്സസ് കറന്റ് റിലേഷൻ, ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ എൻ ഇ എ വി ഡി. ശേഷം എന്ത് ചെയ്തു? കറന്റ് ഡെൻസിറ്റി വേഴ്സസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദാറ്റ് ഈസ് ജെ ഇസ് ഈക്വൽ ടു എൻ ഇ വി ഡി. ക്ലിയർ? എവറിത്തിങ് ഈസ് ക്ലിയർ നോ? ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? റിലാക്സേഷൻ ടൈം വേഴ്സസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദാറ്റ് ഈസ് വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ. ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇവിടെ എഴുതാണെങ്കിൽ എന്തൊക്കെയാണ് കണ്ട കാര്യങ്ങൾ? യെസ്, കറന്റ്, ദാറ്റ് ഈസ് കറന്റ് ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി ആൻഡ് ജെ current density equal to NEVD and drift velocity VD equal to minus EE by M into tau. Clear? Yes. Clear അല്ലേ? Yes. Very clear. Okay. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഡിഫൈൻ മൊബിലിറ്റി ആണ്. എന്താണ് ഡിഫൈൻ ചെയ്യാനുള്ള? മൊബിലിറ്റി. ഓക്കെ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാൻ പറ്റും. ജെ സിഗ്മ, അതിലേക്ക് നമുക്ക് വരാം. ഓംസ് ലോക്ക് ശേഷം അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ. അടുത്ത നമ്മുടെ ടാസ്ക് എന്താണ്? മൊബിലിറ്റി. വാട്ട് ഈസ് മൊബിലിറ്റി? Mobility. Mobility is very simple. See, as we have seen, conductivity arises from mobile charge carriers. Simple. In metal, these mobile charge carriers are electrons. Electrons are move ചെയ്തുകൊണ്ടിരിക്കുന്നത്. Electrons ആണ് actually charge carriers. And ഈ electrons കാരണമാണ് എന്ത് കിട്ടുന്നത്? Conductivity. In an ionized gas, there are electrons and positive charged ions. In an electrolyte, this can be both positive. നമ്മളിവിടെ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്താൽ മതി? മെറ്റൽസിൽ എന്താണ്? ഇലക്ട്രോൺസ്. ഓക്കെ. An important quantity is the mobility. Yeah, important quantity is mobility, and it is denoted by letter mu. Mobility denoted by letter mu. Okay, denoted by letter mu is defined as the magnitude of drift velocity per unit electric field.
Mobility mu is defined as the magnitude of drift velocity per unit electric field. So what is mobility mu? Mobility mu is defined as drift velocity divided by electric field. Mobility mu is defined as drift velocity per electric field. The SI unit of mobility is meter square per voltage second, and is 10 raised to 4 of the mobility in practical unit centimeter square. Okay, mobility is a positive quantity. So what is mobility mu? Mobility mu, mobility, 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 mobility mu is defined as mu equal to drift velocity divided by electric field. നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ റിലാക്സേഷൻ ടൈമിന്റെ ടേംസിൽ ഇ ബൈ എം ഇൻറ്റു ടോ. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ആക്ച്വലി ഇത് മൈനസ് ഇ ബൈ എം അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? എങ്ങനെ എഴുതാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഇ ബൈ എം ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ ഇ. സോ ഇ ക്യാൻസൽ ആയി പോകും. സോ മൊബിലിറ്റി ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. Mobility mu is equal to E tau by M. Mobility mu equal to E tau by M. Correct. Mobility mu equal to E tau by M. Clear അല്ലേ? Mobility mu equal to E tau by M. ഒരു റിലേഷൻ കിട്ടി. Mobility mu equal to E tau by M. ഇനി വേറെ റിലേഷൻ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ നോക്കിക്കോ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വി ഡി ഈക്വൽ ടു ഇ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇ ബൈ എം ഇൻറ്റു ടോ. ഞാൻ ഈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. വി ഡി ബൈ ഇ ഈക്വൽ ടു ഇ ടോ ബൈ എം. വട്ട് ഈസ് വി ഡി ബൈ ഇ? ദാറ്റ് ഈസ് വെയിറ്റ്. അങ്ങനെയല്ല, ഞാൻ എങ്ങനെ ചെയ്യുന്നത്? ഇ ടോ ഇ ബൈ എം. ഇ ടോ ഇ ബൈ എം. ആ ഒരു റിലേഷൻ. ഓക്കെ, മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. ഓക്കെ, നമ്മൾ ഇനി ഏത് റിലേഷൻ നമുക്ക് വരാൻ പറ്റും? നമുക്കറിയാം എന്ത്? സോ വി ഡി ഇസ് ഈക്വൽ ടു ഇ ടോ ബൈ എം ഇൻറ്റു. ക്ലിയർ? അല്ലെങ്കിൽ എങ്ങനെ കൂടി പറയാം നമുക്കതിനെ? അല്ലെങ്കിൽ എങ്ങനെ കൂടി പറയാം? വി ഡി ഇസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു. ക്ലിയർ? യെസ്. ഓക്കെ. Where tau is the average collision time, that is the relaxation time, that is the time interval between two successive collision. Clear? Yes. നമുക്ക് അടുത്ത ഇനി നമുക്ക് ഏതിലേക്ക് പോകാം? നമുക്ക് ഓംസ് ലോയിലേക്ക് പോകാം. Where is Ohm's law? Yes. So Ohm's law simply എന്താണ് പറയുന്നത്? Imagine a conductor through which a current I is flowing, and let V be the potential difference between the ends of the conductor. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു കണ്ടക്ടർ ഉണ്ട്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? കറന്റ് I. ഓക്കെ, അതിന്റെ എൻഡ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? I. Then Ohm's law states that potential difference V between the ends of the conductor is directly proportional to current I. Okay, potential difference is directly proportional to current I. V proportional to I, or I can say V is equal to IR. RI നെക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് IR അല്ല. So simply Ohm's law equation എന്താണ്? V equal to I into R. V equal to I into R. V equal to I into R. Okay, V equal to I into R. നമ്മൾ വേറൊരു കാര്യം കൂടി എന്ത് ചെയ്തു? നോട്ട് ചെയ്തു. എന്താ? സോ നമുക്ക് ഓംസ് ലോ കിട്ടിയല്ലോ. ഓംസ് ലോയുടെ സിമ്പിൾ ഇക്വേഷൻ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? ഓംസ് ലോ ചോദിച്ചാൽ V is equal to I into R. ക്ലിയർ? ഇനി നമുക്കിവിടെ അതായത് റെസിസ്റ്റൻസിനെ പറ്റി സംസാരിക്കാം. എന്തിനെ പറ്റി സംസാരിക്കാം? റെസിസ്റ്റൻസ്. So what is actually this resistance R? എന്താണ് ആക്ച്വലി റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത്? It is the
ability of a conductor. It is the ability of a conductor. Is ability of a conductor to oppose electric current. It is the ability of a conductor to oppose electric current. So resistance is basically ability of a conductor to oppose the electric current. That is resistance R. ഇനി എന്തൊക്കെ ഫാക്ടർ ആണ് റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്നത്? യെസ്, ഫാക്ടേഴ്സ് അഫക്ടിങ് റെസിസ്റ്റൻസ്. ഫാക്ടേഴ്സ് അഫക്ടിങ് റെസിസ്റ്റൻസ്. ഫാക്ടേഴ്സ് അഫക്ടിങ് റെസിസ്റ്റൻസ്. ഫാക്ടേഴ്സ് അഫക്ടിങ് റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഫാക്ടർ nature of the material of the conductor. Nature of the material of the conductor. അത് കണ്ടക്ടറിന്റെ മെറ്റീരിയലിന്റെ നാച്ചർ ആണ് ഒന്നാമത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. സോ മെറ്റീരിയലിന്റെ നാച്ചർ മാറുമ്പോൾ അതിൽ എന്തായിരിക്കും? റെസിസ്റ്റൻസ് മാറും. ഓക്കെ. രണ്ടാമത്തത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. Length of the conductor. Length of the conductor. It's actually directly proportional. It's actually directly proportional. That means length കൂടുമ്പോൾ resistance കൂടും. Length of the conductor is actually directly proportional to resistance. മൂന്നാമത്തെ പോയിന്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദറ്റ് ഈസ് എ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെ പ്രൊപ്പോർഷണൽ ആണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദാറ്റ് മീൻസ് ഏരിയ കുറയുമ്പോൾ സ്മോൾ ഏരിയ ക്രോസ് സെക്ഷൻ ആകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇനി വലിയ ഏരിയ ക്രോസ് സെക്ഷൻ ആകുമ്പോഴോ റെസിസ്റ്റൻസ് കുറവായിരിക്കും. സോ ഫാക്ടേഴ്സ് അഫക്ടിങ് റെസിസ്റ്റൻസ്. ഒന്നാമത്തെ പോയിന്റ് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. രണ്ടാമത്തെ പോയിന്റ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മൂന്നാമത്തെ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നാലാമത്തെ ഫാക്ടർ എന്താണ്? നാലാമത്തെ ഫാക്ടർ ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചർ ഈസ് ഓൾസോ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. ക്ലിയർ? ഓക്കെ. നമുക്ക് ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. സോ നമ്മളെന്ത് കണ്ടു? ബേസിക്കലി നമ്മളെന്താ കണ്ടത്? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ കണ്ടക്ടർ. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. That is called resistivity. That is rho L by A. R equal to rho L by A. So resistance നമുക്ക് equation കിട്ടിയില്ലേ? R equal to rho L by A. Where here rho is known as resistivity of the material. Where rho is known as resistivity. Resistivity of the material. Resistivity of the material of the conductor. Resistivity of the material of the conductor is called rho. Rho is the resistivity of the material of the conductor, and resistance R equal to rho L divided by area. Rho is resistivity of the material of the conductor. Clear? So നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റൻസ് R equal to എന്നാണ് കിട്ടി? rho L by A. ഇനി റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാലോ? റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ. So what is resistivity? Resistivity is rho, and resistivity rho is, I can write rho is equal to RA divided by L. Okay, so actually എന്താണ്? Resistivity of a material of a conductor is defined as the resistance of the conductor having unit length and unit area cross section. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണത്? റെസിസ്റ്റൻസ് തന്നെയാണ് ആക്ച്വലി. റെസിസ്റ്റൻസ് തന്നെയാണ് വെൻ കണ്ടക്ടറിന്റെ ലെങ്ത് യൂണിറ്റ് ലെങ്ത് ആവുമ്പോഴും, പിന്നെയോ യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ വെൻ യൂണിറ്റ് ലെങ്ത് ആൻഡ് when conductor is having unit length and unit area of cross section, അപ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി. ക്ലിയർ? യെസ്. ഓക്കെ. സോ അടുത്ത നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് കണ്ടക്ടൻസ്. സോ
റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കണ്ടു. അടുത്ത ടേം നമ്മൾ നോക്കാനുള്ളത് വാട്ട് ഈസ് കണ്ടക്ടൻസ്. എന്താണ് കണ്ടക്ടൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്? വാട്ട് ഈസ് കണ്ടക്ടൻസ്? ദറ്റ് ഈസ് സി. കണ്ടക്ടൻസ് സി is actually 1 divided by R. 1 divided by R, where R is resistance. So actually പറയുകയാണെങ്കിൽ എന്താണ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് is the reciprocal of resistance. Reciprocal of resistance. Reciprocal of resistance ആണ് എന്ത്? കണ്ടക്ടൻസ്. So same വേയിൽ നമുക്ക് പറയാൻ എന്ത്? വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി. എന്താണ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി ഈസ് ആക്ച്വലി സിഗ്മ. Conductivity sigma conductivity is 1 divided by rho, where rho is resistivity. So what is conductivity? Conductivity is reciprocal of resistivity. Conductivity is reciprocal of resistivity. Conductivity is reciprocal of resistivity. So reciprocal of resistivity ആണ് എന്ത്? conductivity, and the reciprocal of resistance ആണ് എന്ത്? conductance. So conductance C is equal to 1 by R, and conductivity sigma equal to 1 by rho, where rho is resistivity and conductivity is reciprocal of resistivity. Clear? ഇനി ഇപ്പൊ എന്തായിരിക്കും യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സിമ്പിൾ, 1 by ohm, 1 by ohm, or I can write ohm inverse, or I can write mho. ഓമിന് തിരിച്ചിട mho. ഓക്കെ, സെയിം കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഇറ്റ് വിൽ ബി ohm inverse, meter inverse, or I can write mho meter inverse. Clear? Yes. ഇനി അടുത്ത ടാസ്ക് എന്നാണ് ഇപ്പൊ ഓമസ് ലോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ടാസ്ക് റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? റിലേഷൻ ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ അടുത്ത ടാസ്ക് എന്താണ്? നെക്സ്റ്റ് ടാസ്ക് റെസിസ്റ്റിവിറ്റി റോ. കറക്റ്റ് അല്ലേ? റെസിസ്റ്റിവിറ്റി റോ. ഞാൻ അങ്ങനെ റെസിസ്റ്റിവിറ്റി തന്നെ എഴുതാം. റെസിസ്റ്റിവിറ്റി റോ വേഴ്സസ് ആര്? റിലാക്സേഷൻ ടൈം ടോ. റെസിസ്റ്റിവിറ്റി റോ വേഴ്സസ് റിലാക്സേഷൻ ടൈം ടോ. റെസിസ്റ്റിവിറ്റി റോ വേഴ്സസ് റിലാക്സേഷൻ ടൈം ടോ. ഇവര് തമ്മിൽ എന്ത് ചെയ്യണം? ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. റെസിസ്റ്റിവിറ്റി റോ വേഴ്സസ് റിലാക്സേഷൻ ടൈം ടോ. ഓക്കെ, സിമ്പിൾ. നമ്മളെല്ലാ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമുക്കറിയാം കറണ്ട് I ഈക്വൽ ടു NEA/VD, and we know VD equal to EE by M into τ. അറിയാലോ. എനിക്ക് കറണ്ട് I is equal to NEA into VD-ന്റെ അവിടെ ഞാനിത് സബ് ചെയ്യാണ്. EE by M into τ. ഇങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ. സോ I is equal to NE square AE τ by M. Clear? Okay. And what is electric field of E? ന് നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടേംസിൽ yes, E equal to V divided by L, or V is equal to ED. പഠിച്ചില്ലേ? V is equal to ED. അതുപോലെ V is equal to EL. So നമുക്ക് E is equal to V by L എന്ന് എഴുതാം. E is equal to V by L എന്ന് എഴുതാം. So current I equal to NE square A τ by M. ഈ ബാക്കിയിൽ അവിടെ എന്ത് തന്നെ? V divided by L. Actually V is equal to ED. V is equal to V by D. ഇവിടെ D L ആണ്. കണ്ടക്ടറിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. So V by L. സോ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇക്വേഷനിൽ വന്നില്ലേ? സോ ഞാൻ V എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. സോ എങ്ങനെ എഴുതാൻ എനിക്കിതിനെ? I divided by V equal to NE square A τ divided by ML. What is I divided by V? എന്താണ് ഓംസ് ലോ? V equal to IR. So I divided by V എന്തായിരിക്കും? I divided by V 1 by R. That is actually resistivity rho. So എന്ത് കിട്ടി നമുക്ക്? ക്വസ്റ്റൻ കിട്ടിയില്ലേ? റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു NE square A τ divided by M into L. Resistivity rho is equal to NE square
എ ടോ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എൽ. സോ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? resistance R will be 1 by rho, 1 by resistivity. So resistance will be ഇതിന്റെ reciprocal എടുത്താൽ മതി ml divided by n e square a tau. n e square a tau. So equation കാണാൻ പഠിക്കണം കേട്ടോ. By heart ചെയ്യണം, it's very important. R is equal to ml divided by n e square a tau. നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും റിലാക്സേഷൻ ടൈമിന്റെ ടേംസിൽ എന്ത് കിട്ടി? നമുക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടക്ടിവിറ്റിയും റിലാക്സേഷൻ ടൈം നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാം. കണ്ടക്ടിവിറ്റിയും റിലാക്സേഷൻ ടൈമും എന്താണ്? കണ്ടക്ടിവിറ്റിയും റിലാക്സേഷൻ ടൈം. സോ റെസിസ്റ്റിവിറ്റി റോ is equal to n e square a tau divided by ml. Clear? Yes. R equal to ml by n e square a tau. Clear? I by V is 1 by R. 1 by R is resistivity. Yes. അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അടുത്ത നമുക്ക് കണ്ടക്ടിവിറ്റിന്റെ ടേംസിൽ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് 1 by resistivity. 1 by resistivity. Wait. നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കോളെ, ഐ ബൈ വി കിട്ടിയാൽ നമുക്ക് ഐ ബൈ വി കിട്ടിയ സ്ഥിതിക്ക് ഐ ബൈ വി ആക്ച്വലി എന്താണ്? 1 by R. 1 by R. ഞാൻ എന്തെഴുതാണ്? 1 by R ഈക്വൽ ടു n e സ്ക്വയർ a tau ഡിവൈഡഡ് ബൈ ml. സോ 1 by R ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ R ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ml ഡിവൈഡഡ് ബൈ n e സ്ക്വയർ a tau. ക്ലിയർ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്? R ഏരിയ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. R a ഡിവൈഡഡ് ബൈ L ഈക്വൽ ടു അങ്ങനെ എഴുതാം m ഡിവൈഡഡ് ബൈ n e square tau. What is R a divided by L? You know, R equal to rho L by A. R a divided by L is rho. So rho, that is resistivity, equal to m divided by n e square tau. What is conductivity? The conductivity is 1 by resistivity. Conductivity sigma is 1 by resistivity. Correct? So conductivity sigma will be n e square tau divided by m. N e square tau divided by m. N e square tau divided by m. That is conductivity sigma equal to n e square tau divided by m. Conductivity sigma equal to n e square by m into tau. Yes, എല്ലാ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? ഡെറൈവ് ചെയ്തു കണ്ടു. ഇൻസൈഡിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതെല്ലാത്തിലും സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മൊബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് സീ ലിമിറ്റേഷൻ ഓഫ് Ohm's. What is the limitation of Ohm's? What are the limitations of Ohm's law? What are the limitations of Ohm's? See, although Ohm's law has been found valid over a large class of material, there do exist material and devices used in electric circuits where the proportionality, that is V and I, does not hold. Okay, നമ്മൾ ഒരു വി ഐ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ കിട്ടും? അതിലേക്ക് ഞാൻ വരാം. എന്താണ് Ohm's law? Ohm's law, that is V is equal to IR. That is V is directly proportional to current I. So നമ്മളൊരു ഗ്രാഫ് വരക്കാണ്. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ so this is potential difference V, this is current I. Graph വരച്ചാൽ it should be directly proportional according to Ohm's law. Correct അല്ലേ? Should be directly proportional to according to Ohm's law. That is ഇങ്ങനെ ആയിരിക്കണം. അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കണം? എന്നിട്ട് സ്ലോപ്പ് വിൽ ബി V by I, that is R. അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം according to Ohm's law. But there do exist materials and devices used in electric circuits where the proportionality of potential difference and current I does not hold. ചില മെറ്റീരിയൽസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ റിലേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, the deviations broadly are one or more of the following type. ഒന്നാമത്തെ ടൈപ്പ്, V ceases to be proportional to I. കണ്ട, ഇങ്ങനെ പോയി പിന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറി. The dashed line represents the linear Ohm's law. അതായത് it should be like this, but എന്താ ഇങ്ങനെയായി? A solid line is the voltage V versus current I for a good conductor. Yes, ഡയോഡിന് എങ്ങനെയായിരിക്കും? ഡയോഡ് കണ്ട, ഡയോഡിന് വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ. സോ ഇതിന്റെ ബേസിസിൽ ആക്ച്വലി
നമുക്ക് 2 തരത്തിലുള്ള സബ്സ്റ്റൻസിനെ പറയാൻ പറ്റും. എന്തൊക്കെയാണിത്? ഓമിക് സബ്സ്റ്റൻസും നോൺ ഓമിക് സബ്സ്റ്റൻസും. എന്താണ്? ഓമിക് സബ്സ്റ്റൻസസും നോൺ ഓമിക് സബ്സ്റ്റൻസസും. ഓമിക് സബ്സ്റ്റൻസസും പിന്നെയോ നോൺ ഓമിക് സബ്സ്റ്റൻസ്. ഓമിക് സബ്സ്റ്റൻസസും നോൺ ഓമിക് സബ്സ്റ്റൻസ്. ആക്ച്വലി ഡിഫറൻസ്. ഓമിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഓമിക് സബ്സ്റ്റൻസ് മീൻസ് ദേ ഒബേ ഓംസ് ലോ. ഓംസ് ലോ ഒബേ ചെയ്യുന്നവരാണ് എന്ത്? ഓമിക് സബ്സ്റ്റൻസസ്. എന്താണ് നോൺ ഓമിക് സബ്സ്റ്റൻസ്? ദേ ഡു നോട്ട് അലോ ഓംസ് ലോ. They do not obey. They do not obey ohms law. They do not obey ohms law. Clear? Yes. ഇതാണ് ഓമിക് സബ്സ്റ്റൻസും നോൺ ഓമിക് തമ്മിലുള്ള ഡിഫറൻസ്. ഓമിക് സബ്സ്റ്റൻസിൽ നമുക്ക് വി ഐ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ കിട്ടണം? ഓമിക് സബ്സ്റ്റൻസിൽ നമ്മൾ വി ഐ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ കിട്ടും? ഓമിക് സബ്സ്റ്റൻസിൽ നമ്മൾ വി ഐ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ വരും? യെസ്, ഓമിക് സബ്സ്റ്റൻസ് നമ്മൾ വി ഐ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് കിട്ടും. കിട്ടത്തില്ലേ? കാരണം ഇറ്റ് ഷുഡ് ബി ലീനിയർ പ്രൊപ്പോർഷണൽ ബിക്കോസ് ഇറ്റ് ഫോളോ ഓംസ് ലോ. ഓമിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആരാണ്? യെസ്, മെറ്റൽ ആർ ഓമിക് substances and they do follow Ohm's law. They do obey Ohm's law. V proportional to I. And graph should be like this, straight. Okay. അടുത്ത രണ്ടാമത്തെ സബ്സ്റ്റൻസ് ആണ് നോൺ ഓമിക് സബ്സ്റ്റൻസ്. ദാറ്റ് ഈസ് they do not obey Ohm's law. They do not obey Ohm's law. അതുകൊണ്ട് തന്നെ ഈ സബ്സ്റ്റൻസിന് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇവിടെ നമുക്ക് ഗ്രാഫ് ലീനിയർ കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് വി ഐ ഗ്രാഫ്. നോൺ ഓമിക് സബ്സ്റ്റൻസിന്റെ കേസിൽ വി ഐ ഗ്രാഫ് എന്തായിരിക്കും? നോൺ ഓമിക് സബ്സ്റ്റൻസിന്റെ കേസിൽ വി ഐ ഗ്രാഫ് എന്താണ്? നോൺ ലീനിയർ. ക്ലിയർ? ലൈക്ക് നോൺ ഓമിക് സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ കുറെ ഉണ്ട്. സെമി കണ്ടക്ടേഴ്സ്. ഒന്നാമത്തെ നമുക്ക് പറയാം സെമി കണ്ടക്ടേഴ്സ്. രണ്ടാമത് നമുക്ക് എന്താ പറയാം? ഡയോഡ്. മൂന്നാമത്തത് വാക്വം ട്യൂബ്സ്. പിന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സും കൂടി എന്താ പറയാം? നോൺ ഓമിക് സബ്സ്റ്റൻസ് ആയിട്ട് പറയാം. Clear? Yes. And Ohm's law is not a universal law. Why? All material do not obey Ohm's law. Like metal obey Ohm's law, while semiconductors, electrolytes, diodes, these substances, that is the non-ohmic substances, they do not allow Ohm's law. ആരൊക്കെയാണ് ഓംസ് ലോ ഫോളോ ചെയ്യാത്ത? നോൺ ഓമിക് സബ്സ്റ്റൻസസ്, ഡയോഡ്സ്, സെമികണ്ടക്ടേഴ്സ്, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് അതിന്റെ കറക്റ്റ് ഒബിയോഗ്രാഫ് വരുന്നത്. ഇത് നോൺ ലീനിയർ അല്ലേ? യെസ്. ഇതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം? സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ് ചാപ്റ്ററിൽ പഠിക്കാം. യെസ്, ക്ലിയർ? യെസ്. റെസിസ്റ്റിവിറ്റി, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. റെസിസ്റ്റിവിറ്റി ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ടെമ്പറേച്ചർ. നമുക്കറിയാലോ. So the equation shows the dependency of resistivity and temperature is. ഇത് നമുക്ക് റെസിസ്റ്റൻസിനും കൊടുക്കാം. റെസിസ്റ്റൻസിന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് R equal to R0 into 1 plus alpha delta T. റെസിസ്റ്റിവിറ്റി ടേംസ് പറയുകയാണെങ്കിലോ റെസിസ്റ്റിവിറ്റി ρt equal to ρ0 into 1 plus alpha T minus T0. ഇതിന്റെ നമുക്ക് കൂടുതൽ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ റിലേഷൻ കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനുശേഷം നമുക്ക് എവിടെയാണ് വരാനുള്ളത്? ഇലക്ട്രിക്കൽ എനർജി പവർ. ദാറ്റ് ഇസ് എ വെരി ഷോർട്ട് ടോപ്പിക്. പിന്നെ നമുക്ക് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, സെൽസ് ഇൻ പാരലൽ. അഗൈൻ അത് കഴിഞ്ഞാൽ പിന്നെ കിർച്ചോഫ് റൂൾ. കിർച്ചോഫ് റൂൾ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ ബേസ്ഡ് ഓൺ ബ്രിഡ്ജ്. ഓക്കെ, പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയും. സോ എക്സസൈസ് നമുക്ക് എത്ര ഉണ്ട്? 7, 9 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ്? ഇവിടെ സെഷനെ അവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ ലിസണിങ് മീ. Okay. All the best for your future exams. Okay, thank you.